എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. ITI അഡ്മിഷൻ 2026 അപേക്ഷ ക്ഷണിച്ചു. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള വിവിധ ITIകളിലേക്ക്, അത് 78 ട്രേഡുകളിൽ കേരളത്തിലെ 108 ITIകളിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷ നൽകാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക? ITI admission.kerala.go.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ITI admission.kerala.go.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു നിങ്ങൾക്ക് വിൻഡോ ലഭ്യമാണ്. ഇവിടെ നിങ്ങൾ ഇതിലേക്ക് സ്ക്രീനിൽ കാണുന്ന അപ്ലൈ നൗ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ പേജിലേക്ക് പോവുക. ന്യൂ രജിസ്ട്രേഷൻ പോകുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഫുൾ നെയിം, SLCയുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, പാസ്വേഡ്, മറ്റു കാര്യങ്ങളൊക്കെ നൽകി രജിസ്റ്റർ എന്ന നമ്പറിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങൾ രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് 78 ട്രേഡുകളാണ് ഇതിലുള്ളത്. അതിൽ 108 ഗവൺമെൻറ് ITകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾക്ക് പ്രധാനമായും ശ്രദ്ധിക്കുന്നു. ഏതൊക്കെയാണ് ഗവൺമെൻറ് ITIs എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾക്ക് ഓരോ ITIയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ITI ഉള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് തീർച്ചയായും ഇവിടെ കാണാൻ സാധിക്കും. 108 ITകൾ എവിടെയൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത് ഒന്നിൽ ഞാനിപ്പോൾ റീഡ് മോർന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ITI സംബന്ധമായ വിവരങ്ങൾ, അവിടെ ഏതൊക്കെ കോഴ്സുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്കവിടെ ലഭ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ITI ആണോ വേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനായി അപേക്ഷ നിങ്ങൾക്ക് ഇപ്പോൾ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ മാസം 30 വരെയാണെന്നുള്ള വിവരം ശ്രദ്ധയിൽപ്പെടുന്നു. ജൂൺ മാസം 30 വരെയാണ് നിങ്ങൾക്ക് ഇതിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അപ്പം നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ITI പോയിട്ട് നിങ്ങളുടെ അപേക്ഷ വേരിഫിക്കേഷൻ ചെയ്യേണ്ടത് വരും. നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചു എന്നുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ITIയിൽ പോയിട്ട് നിങ്ങളുടെ അപേക്ഷ വേരിഫിക്കേഷനും കൂടി നടത്തണം എന്നുള്ളത് പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. തീർച്ചയായും താല്പര്യമുള്ള വിദ്യാർത്ഥികളെല്ലാം അപ്ലൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് സ്ക്രൈഫോർഡ്, ദ ഗൈഡ് ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്. ബൈ.